കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 21ാമത് ജനകീയ ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ KM ലിനിൻ, ടൂർണമെന്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ജോൺസൺ ജോർജ്, ടൂർണമെന്റ് കമ്മിറ്റിയുടെ ട്രഷറർ ഡേവിഡ് ആൻഡോ, കോർഡിനേറ്റർ KP രാജൻ, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള MJ നിജോ. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കായിക വികസനത്തിന്റെ ധനശേഖരണാർത്ഥം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ള അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച മുതൽ മാർച്ച് 15 വരെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ ടൂർണമെന്റിനോടനുബന്ധിച്ച് പ്രാദേശിക കളിക്കാരെ കണ്ടെത്തുന്നതിനും പ്രാദേശിക സെവൻസിന് പ്രാധാന്യം കൊടുക്കുന്നതിനും വേണ്ടി ജില്ലയിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെ സെവൻ ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രാദേശിക സെവൻ ഫുട്ബോൾ മത്സരം കൂടി ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 27 വെള്ളിയാഴ്ച രാത്രി 8 വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഒപ്പം തന്നെ പ്രാദേശിക ഫുട്ബോളിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം അന്ന് തന്നെ 7 മണിക്ക് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ നിർവഹിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ അഷബാവ ടൂർണമെന്റിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പതാക ഉയർത്തും. മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KG ശശി ടൂർണമെന്റിന്റെ പതാക ഉയർത്തുന്നതാണ്. വിശിഷ്ട അതിഥികളായി മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, പ്രശസ്ത സിനിമാ താരം മണികണ്ഠൻ ആചാരി, പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു ഉൾപ്പെടെ കായിക രംഗത്തും കലാരംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള ഒട്ടേറെ പ്രതിഭകൾ ഈ ഉദ്ഘാടന സെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ ടൂർണമെന്റിന് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഓൾ ഇന്ത്യ സെവൻസ് വിന്നേഴ്സ് ട്രോഫി ഇവിടെ ജില്ലയിലും സംസ്ഥാനത്തും വ്യാപാര കായിക രംഗത്ത് പ്രമുഖ സ്ഥാനം വഹിച്ച ബെന്നി ഇമ്മട്ടിയുടെ മെമ്മോറിയലായിട്ടാണ് നമ്മുടെ ഇതിന്റെ വിന്നേഴ്സ് ട്രോഫി നൽകുന്നത്. ഒപ്പം തന്നെ സ്മാർട്ട് വിൻഡോസ് സ്പോൺസർ ചെയ്യുന്ന റണ്ണേഴ്സ് ട്രോഫിയും ലോക്കൽ സെവൻസിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ MV ജോസ് മാസ്റ്റർ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ട്രോഫിയും ഒപ്പം തന്നെ അതിന്റെ റണ്ണേഴ്സ് ട്രോഫി ഞങ്ങളുടെ മുൻ സംസ്ഥാന ഭാരവാഹിയും സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയും സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രസിഡന്റുമായ VM ശശിയേട്ടന്റെ സ്മരണ നിലനിർത്തുന്ന ട്രോഫിയുമാണ് പ്രാദേശിക ഫുട്ബോളിന് നൽകുന്നത്. ഒപ്പം തന്നെ ഈ വർഷത്തെ ടൂർണമെന്റിന്റെ മറ്റൊരു പ്രത്യേകത 18 ടീമുകൾ അണിനിരക്കുന്ന അഖിലേന്ത്യാ ടീമുകളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ മികവാർന്ന കളിക്കാർ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ഒപ്പം തന്നെ സവാൻ കോട്ടക്കൽ, അൽമദീന ചെർപ്പശ്ശേരി, തൃശ്ശൂരിലെ പവർ ഡിപ്പോ അടക്കമുള്ള KMG മൗർ അടക്കമുള്ള ഈ 18
ഒരു ടീമിൽ 3 കളിക്കാരെ വെച്ച് വിദേശ കളിക്കാർ നമ്മുടെ ഈ കളിക്കളത്തിൽ ഇറങ്ങാണ്. ഈ ജില്ലയിലെ തന്നെ അസോസിയേഷന്റെ ആദ്യത്തെ ടൂർണമെന്റ് എന്ന രീതിയിൽ നടക്കുകയാണ്. ഇതിനു മുമ്പ് നടന്നവരണം കൂടിയുണ്ട്. നമ്മുടെ പുത്തഞ്ചിറയിൽ നടന്നിട്ടുണ്ട്. 2ാമത്തെ ടൂർണമെന്റാണ് നമുക്കിത് നടക്കുന്നത്. മൊത്തം ഈ വർഷം 3 ടൂർണമെന്റുകൾ നടത്തണമെന്നാണ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ടൂർണമെന്റിനോട് സഹകരിച്ചുകൊണ്ട് സംസ്ഥാന താരങ്ങളും ഒപ്പം തന്നെ ഗസ്റ്റ് കളിക്കാവുന്ന താരങ്ങളെയും അസോസിയേഷൻ അതിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പോ സന്തോഷ് ട്രോഫി കളിച്ച താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖ താരങ്ങളെല്ലാം ഈ ടൂർണമെന്റിൽ കളിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നതാണ്. പ്രാദേശിക ടൂർണമെന്റിൽ പൂർണ്ണമായും വിദേശ കളിക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ പ്രാദേശിക ടീമുകളിൽ കളിക്കാൻ അനുവദനീയമല്ല. അപ്പോ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നത് ഏത് പ്രദേശത്താണോ പ്രാദേശിക ടീം എടുക്കുന്നത് ആ പ്രദേശത്തെ പ്രതികരിച്ചുകൊണ്ട് മിനിമം 2 പ്രാദേശിക കളിക്കാരെങ്കിലും ആ പ്രദേശത്ത് നിന്ന് കളിക്കണം എന്നുള്ള നിബന്ധന കൂടി നമ്മൾ ഈ ടൂർണമെന്റിന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട്. 2, നമ്മള് ഇത് കളി കാണാൻ വേണ്ടി കാണികൾക്ക് പെർമനന്റ് സ്റ്റീൽ ഗാലറിയുടെ നിർമ്മാണം പൂർണ്ണമായും അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗാലറി അനുബന്ധമായിട്ടുള്ള കളിക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സെവൻ ഫുട്ബോൾ അസോസിയേഷൻ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കളിക്കാർക്കും ഒപ്പം തന്നെ അപകടങ്ങളിൽ കാണികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതുൾപ്പെടെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രവേശനം പാസ് മൂലമാണ് നിയന്ത്രിക്കുന്നത്. ഇതിലെ എല്ലാ കളികളും കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോ 18 ടീം എടുക്കുമ്പോൾ 17 മത്സരങ്ങളാണ് വരിക. പ്രാദേശിക മത്സരങ്ങൾ ഉൾപ്പെടെ 34 മത്സരങ്ങളുണ്ട്. ഈ 34 മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി ആകെ 800 രൂപയുടെ സീസൺ പാസ്സാണ് നമുക്ക് ആകെ കാണികൾക്ക് നൽകേണ്ടി വരും. ഡെയിലി ടിക്കറ്റുകളും വേറെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 21ാമത്തെ വർഷമാണ് ഈ ജനകീയ ഫുട്ബോൾ മേള കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രചരണം മറ്റ് ജില്ലകളിൽ കൂടി എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബന്ധപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ സഹായിക്കണം എന്നാണ് ഈ പത്രസമ്മേളനത്തോടു കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഡെയിലി ടിക്കറ്റ് 60 രൂപ സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് റൗണ്ടില്. ഈ വിദേശ കളിക്കാരുടെ സാന്നിധ്യം എന്താ? വിദേശ കളിക്കാര് 3 പ്ലേയേഴ്സിനെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് വരും. കൂടെ കളിച്ച് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സീസണ് വേണ്ടി വരണം. ഈ സീസൺ ഇപ്പൊ ഇവിടെ ആഫ്രിക്കൻ കൺട്രീസിലുള്ള താരങ്ങളാണ് ഇവിടുത്തെ ചൂട് മാറ്റി ഇതായിട്ട് പോവാൻ. ഇല്ല സ്ഥിരമായിട്ട് കളിക്കുന്ന നവംബർ തൊട്ട് തുടങ്ങി അവരുടെ കളി. നവംബർ, ഡിസംബർ, ജനുവരി, ഇപ്പൊ ഫെബ്രുവരി. ഇപ്പൊ പൊതുവെ ഇപ്പോ ഈ റംസാൻ ദയ കാരണം കളികൾ പൊതുവെ കുറവാ. മലപ്പുറം ഇപ്പൊ അവിടൊക്കെ കുറവാ. ഇപ്പൊ നടക്കണ ഏക കളി ഇതാ. അത് കഴിഞ്ഞാൽ ഇനി വരാൻ പോണത് നമ്മുടെ IM വിജയന്റെ അമ്മയുടെ മെമ്മോറിയൽ ആയിട്ടുള്ളൊരു ടൂർണമെന്റ് ഇവിടെ പാലസില് മാർച്ചിൽ വരുന്നുണ്ട്. മാർച്ചില് പിന്നെ ഇപ്പോ വരുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മെമ്മോറിയൽ ആയിട്ടുള്ള ടൂർണമെന്റ് എരിഞ്ഞോളി ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അത് ഈ മാർച്ച് ഫസ്റ്റ് വീക്കില് കണ്ണൂര് ആരംഭിക്കാൻ പോവാണ്. ഇവിടെ ഇപ്പൊ നമ്മള് സീറ്റിംഗ് കപ്പാസിറ്റി 4000 പേർക്ക് വരെയാണ് നമ്മള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അത് സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഗാലറിയാണ്. പണ്ട് അല്ലല്ല നമ്മുടെ ആ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതാക്കിട്ട് മറ്റത് മുളയിലും കഴിഞ്ഞാകുമ്പോ അതിന് പരസ്യം PWD ഫിറ്റ്നസ് കിട്ടില്ല. അപ്പൊ ഇൻഷുറും ഫിറ്റ്നസും കിട്ടണ്ടേ? PWD ഫിറ്റ്നസ് ഇപ്പൊ ഇതിന് മാത്രം കൊടുക്കും. ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ സേവ്യർ ചിറ്റലപ്പള്ളി MLA 1 കോടി രൂപ നമ്മുടെ ഗ്രൗണ്ടിന് വേണ്ടി ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട്. ഇല്ല, അത് മെയിൻ്റെനൻസ് എളുപ്പമല്ല. സ്റ്റീലാകുമ്പോ തുരുമ്പ് എന്ത് ചെയ്യും രാജേട്ടാ? തുരുമ്പ് നന്നായി വരും. നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് പിന്നെ സിമെന്റ് തന്നെ വേണം. എല്ലാ വർഷവും ചെലവ് തർക്കില്ല. സുരക്ഷിതത്വം അല്ല, നമ്മൾക്ക് ഒരു ചെയ്യുന്ന കാശ് കൊണ്ട് ഗാലറി പണിതെത്തില്ല. ഇപ്പൊ 5 ലക്ഷം സൗജന്യമായിട്ട് അനുവദിക്കുന്നതാണ്. അപ്പൊ ഉദ്ഘാടന സെഷനിൽ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. പല വാഹനം ഏർപ്പാട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാഹനം ഏർപ്പാട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും.